നമസ്കാരം. ഗ്രാമീയ ഉച്ചവാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. എടമുട്ടം ഫ്രണ്ട്സ് പുരുഷ സ്വയസഹായ സംഘടനയുടെ 3ാം വാർഷികം ആഘോഷിച്ചു. എടമുട്ടം ലയൺസ് ഹാളിൽ നടന്ന ചടങ്ങ് ചലച്ചിത്ര സംവിധായകൻ KP മധു ഉദ്ഘാടനം ചെയ്തു. ഈ ചാരിറ്റബിൾ സൊസൈറ്റികളുടെ പ്രസക്തി നാൾക്ക് നാൾ കൂടിക്കൊണ്ടിരിക്കുന്നു. കാരണം നമ്മുടെ സൊസൈറ്റി അറിയാം, നമ്മുടെ എത്ര പുരോഗതി പ്രാപിച്ചാൽ സോഷ്യലായിട്ടുള്ള നമ്മുടെ വൈദ്യം, അതായത് നമ്മുടെ ഇടപെടൽ, അതുപോലെ തന്നെ ഒരു സാമൂഹ്യ ജീവി എന്നതായിട്ടുള്ള നമ്മുടെ നിലവാരം, അതെല്ലാം നമ്മൾ ഓരോ ദിവസവും ഓഡിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ അവരുടെ ജന്മം തന്നെ ഉദ്ദേശിക്കുന്നത് മറ്റൊരാളുടെ വിഷമം, അതായത് വിവേചന ബുദ്ധിയുള്ള ജീവി എന്നതായിരിക്കണം. നമ്മുടെ തലച്ചോറിൻ്റെ രൂപപ്പെട്ടുകൊണ്ടാണ് നമ്മൾ രണ്ട് കാലിൽ നടക്കുന്നത്. മറ്റൊരാളെ സഹായിക്കാനുള്ള കഴിവും അതിൽ സമയം കണ്ടെത്താനുള്ള ഒരു പ്രത്യേക തലച്ചോറിനോടാണ് നമ്മൾ മനുഷ്യനെ ജീവിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഇന്ന് രാവിലെ TV വണ്ടിയിൽ കാണുന്നത് പ്രസിഡന്റ് ആരാധ് VPS അധ്യക്ഷനായി. സെക്രട്ടറി അലിയാർ VK, നൌഷാദ് പാട്ടുകുളങ്ങര, വാർഡ് മെമ്പർമാരായ ഷൈൻ നെടിയിരിപ്പിൽ, ഫാത്തിമ സലീം, മണി ഉണ്ണികൃഷ്ണൻ, സീരിയൽ താരം ഷൈജൻ ശ്രീവത്സൻ, രമേശ് പള്ളത്ത്, ബെന്നി ആലപ്പാട്ട്, ജോയിന്റ് സെക്രട്ടറി ജബ്ബാർ ചാമക്കാല എന്നിവർ സംസാരിച്ചു. കൃഷ്ണാഞ്ജന ദിലീപ്, നിസ്രീൻ മുഹമ്മദ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. നിർധനരായവർക്കുള്ള ഭക്ഷ്യക്കിറ്റുകളും വിതരണം ചെയ്തു. കലാപരിപാടികളും നടന്നു. നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ച് വലപ്പാട് ശാഖായോഗം നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാലൻ കിഴക്കൂട്ട് അധ്യക്ഷനായി. വിശ്വകർമ്മജർക്ക് ജനസംഖ്യാനുപാതികമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്നും ഗവൺമെന്റ് വേണ്ട നടപടിയെടുക്കണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് TP സജീവൻ മുഖ്യപ്രഭാഷണം നടത്തി. ശാഖാ സെക്രട്ടറി ഹരിദാസൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി തൃപ്രയാർ, സജിത സതീഷ്, ശിവൻ മംഗലംപുളി, മാധവൻ വേണിക്കൽ എന്നിവർ സംസാരിച്ചു. നമുക്ക് ആവശ്യമായിട്ടുള്ള ഏത് വിധത്തിലുള്ള തൊഴിലുകളും വരുമാനങ്ങളും ഉണ്ടാക്കുന്നതിലേക്ക് വേണ്ടി ഈ സംഘടന നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രഖ്യാപിക്കാനുള്ളത്, ആഹ്വാനം ചെയ്യാനുള്ളത്. അത് നിങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട്, ഇന്ന് നിങ്ങൾ എത്ര പേര് നിങ്ങൾക്ക് ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തരണമോ അതുപോലെ ചെയ്തു തരാൻ ചന്ദനത്തിരിയുണ്ട്, അച്ചാർ ഉണ്ടാക്കുന്നതിലുണ്ട്, ചോപ്പ് നിർമ്മാണത്തിലുണ്ട്, അതുപോലെ തന്നെ എസൻസ് ഉണ്ട്. വാടാനപ്പള്ളി പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടന്നു. CPI ദേശീയ കൗൺസിൽ അംഗം രാജാജി മാത്യു തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു. CPIM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ അധ്യക്ഷനായി. TV ഹരിദാസൻ, CB സുനിൽകുമാർ, താജുദ്ദീൻ, അഷ്റഫ് വലിയകത്ത്, KC പ്രസാദ്, സുരേഷ് മഠത്തിൽ, ഷക്കീല ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ്. പവന് ഒറ്റയടിക്ക് 400 രൂപയാണ് കുറഞ്ഞത്. ഇന്ന് പവന് 54,040 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. ഗ്രാമിന് 50 രൂപ കുറഞ്ഞ് 6,755 രൂപയായി. കഴിഞ്ഞ മാസം 29-നാണ് ആദ്യമായി സ്വർണ്ണവില 50,000 കടന്നത്. അന്ന് ഒറ്റയടിക്ക് 440 രൂപ വർദ്ധിച്ച് 50,400 രൂപയായാണ് സ്വർണ്ണവില ഉയർന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഏറിയും കുറഞ്ഞു നിന്ന സ്വർണ്ണവില ഈ മാസം 3-ാം തീയതി മുതലാണ് വീണ്ടും ഉയരാൻ തുടങ്ങിയത്. ഏപ്രിൽ 19-ന് 54,520 രൂപയായി സ്വർണ്ണവില സർവകാല റെക്കോർഡിട്ടു. തൊട്ടടുത്ത ദിവസം വില കുറഞ്ഞത് പവന് 54,440 രൂപയായി. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ജീവനക്കാർക്കുള്ള ജില്ലാതല വോട്ടർ ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ജില്ലയിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർക്ക് പോസ്റ്റൽ ബാലറ്റ് വഴി വോട്ട് ചെയ്യുന്നതിനുള്ള ജില്ലാതല വോട്ടർ ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. 24 വരെ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ തൃശൂർ ജില്ലാ പ്ലാനിംഗ് ഹാളിലാണ് വോട്ടർ ഫെസിലിറ്റേഷൻ സെന്റർ സജ്ജമാക്കിയിട്ടുള്ളത്. ഫോം 12-ൽ വരണാധികാരിക്ക് അപേക്ഷ സമർപ്പിച്ച പോളിംഗ് ദിവസം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർക്കാണ് വോട്ട് ചെയ്യാൻ അവസരം. പോളിംഗ് സ്റ്റേഷന് സമാനമായ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണ് വോട്ടർ ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തിക്കുന്നത്. ഇതോടുകൂടി ഗ്രാമീയ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിച്ചു. നമസ്കാരം.